സ്വാമി, ലൈറ്റ് ഹൗസിന് ഉയർത്തിട്ട് ഒരു ശില്പം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ അച്ഛൻ ഈശ്വരാവും. അതെ, നിന്റെ അച്ഛൻ ഈശ്വരാവും തന്നെ. കാശ് തരുന്നേയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി വന്നത്. സുഹൃത്തെ, എന്നെ തെറ്റിദ്ധരിക്കല്ലേ? നീ എന്താ കാണിക്കുന്നതെന്ന് വല്ല പിടുത്തമുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ പെണ്ണിനെയാണ് ഇങ്ങനെ നോക്കുന്നേ. എന്റെ ലെൻസ് വെച്ച് നോക്കടി. പോടാ. എന്റെ ഹാർട്ടിൽ അവളെ ലോഗിൻ ആയിരിക്കുന്നു. അബി ഫിക്സ്. അതെ, പോയാലോ? ആ, പോവാം. ഏയ്, തള്ളടി. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ് മോളെ. മൈ നെയിം ഈസ് ഹാപ്പി. ഹാപ്പി എന്നോ? ഹാപ്പി നല്ല പേരാണല്ലേ. ആരാണെങ്കിലും ശരി, ഒരു ദിവസം 23 മണിക്കൂറെങ്കിലും മനുഷ്യരായിട്ട് ജീവിക്കണം. പക്ഷെ 1 മണിക്കൂറെങ്കിലും മദർ തെരേസയെ പോലെ ജീവിക്കണം. ഐ ആം 1 hour മദർ തെരേസ. ആഹാ, തെരേസ. ലെറ്റ്സ് ഗോ. ഇപ്പൊ നീ എന്താ പറയുന്നേ? ആബിയുടെ ലവ് റേഞ്ച് ആണത്. മാതാ പിതാ ഗുരു ദൈവം അച്ഛനെ രണ്ടാമതാക്കിയിരിക്കുകയാണല്ലോ. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ റിസർവേഷൻ കോട്ടയില് ദൈവം അങ്ങ് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുക. എന്റെ അച്ഛനെ ചുരുട്ടി വലിക്കാനുള്ള സമയമായി. സുപ്രഭാതം അച്ഛാ. എടാ, ഞാൻ നിന്റെ അച്ഛനോ? നിന്നെ കണ്ട എന്റെ വെല്ലച്ചന്റെ കൂട്ടുണ്ടറാ. ആ ചുരുട്ടങ്ങോട്ട് കൊടുക്കൂ. വേറെ ഒരു നിവൃത്തിയില്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ അച്ഛന്റെ കണ്ണാ നിനക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ ഇപ്പൊ അച്ഛനായിട്ടാ കാണുന്നത്. ഇപ്പൊ നീ ചുരുട്ട് വലിച്ചില്ലെങ്കിലുണ്ടല്ലോ, എന്റെ അച്ഛൻ എന്താ ചുരുട്ട് വലിക്കാത്തതെന്ന് സംശയം തോന്നിയാൽ അപ്പൊ കൊന്നുകളയും നിന്നെ. സിഗരറ്റ് പോലും വലിക്കാറിയാതെ എന്നോട് ചുരുട്ടാണോടാ വലിക്കാൻ പറയുന്നത്? പന്നി. എന്റെ അച്ഛന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്ക്. എന്റെ തലയിലെഴുത്ത്. എടാ നാഗരാജ, ഇന്നെങ്കിലും മനുഷ്യന്മാര് കഴിക്കുന്ന പോലെ ഇഡ്ഡലിയോ ദോശയോ പൊങ്കലോ അങ്ങനെ എന്തെങ്കിലും താടാ. ഞാൻ പ്യൂർ വെജിറ്റേറിയൻ ആടാ. നിന്റെ കാല് വേണേ പിടിക്കാം. ആണോ? എന്നാ ഈ ചിക്കൻ വേഗം എടുത്ത് വിഴുങ്ങിക്കോ. അച്ഛാ, അച്ഛന്റെ ഗേൾ ഫ്രണ്ട്സ് വന്നോണ്ടിരിക്കുകയാണ്. ഏയ്, അച്ഛൻ ബിസ്ലറി കുടിക്കാറില്ല. വേറെന്താ കുടിക്കുക? കഴിക്കേ. നിന്നെ കണ്ട എന്റെ മുത്തശ്ശിയെ പോലെ ഉണ്ട്. നീ നിന്റെ മാമാന്ന് വിളിക്കുന്നേ? പിടിച്ച് നെക്കല്ലേടി പന്നി. നിനക്കാണെങ്കിൽ ചെറുപ്പക്കാരി നല്ല ഗേൾ ഫ്രണ്ട്സ്. എനിക്ക് ഈ കഴിവുകളുടെ കൂട്ടാണോടാ? നിന്റെ കണ്ണുകൾക്കെല്ലാം ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവുണ്ട്. അച്ഛന്റെ ടേസ്റ്റ് ആണ് അച്ഛാ, ടേസ്റ്റ്. മൈരി ടേസ്റ്റ് ആണ്. ഹായ് രാം. നിന്റെ ബാച്ചിലുള്ള എല്ലാരെയും എനിക്കറിയാം. എന്നോടൊപ്പം ഫ്രണ്ട്ഷിപ്പ് വെച്ചൂടെ? സോറി, ഓ, എനിക്ക് പെണ്ണുങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് ഇല്ല. എക്സ്ക്യൂസ് മീ. അബിയോട് ഇനി വെള്ളം അടിക്കരുതെന്ന് പറയണം. അത് ഹെൽത്തിന് നല്ലതല്ല. ഐ മീൻ എൻ്റെ ഹെൽത്തിന്. ഓക്കെ? ഇതിനൊന്നും ഒരു കുറവുമില്ല. ഇവളെന്താടാ ഓസ്കറിന് പോകുന്ന പോലെ അഭിനയിക്കുന്നത്? ഒരു കാര്യം ശരിയാ, നീ ഇവളെ കെട്ടിയാലുണ്ടല്ലോ 1 മണിക്കൂറിൽ കൂടുതൽ ഇവളുടെ കൂടെ നീ ജീവിക്കില്ല. ഹായ് ഡൂഡ്. എടാ എടാ എടാ, എന്താടാ ഇതൊക്കെ? ഇത് നമ്മുടെ വീട്ടിലെ ഹോം തിയേറ്റർ അല്ലടാ, പബ്ലിക് സിനിമ തിയേറ്റർ ആടാ ഇത്. ഞാൻ മാനേജറും. എടാ, മെനിഞ്ഞാന്ന് കണ്ടത് ഇവരല്ലല്ലോ. അവർ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഡൂഡ്. അപ്പൊ ഇന്നലെയോ? ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് ട്വിറ്റർ ഫ്രണ്ട്സ്. എടാ മോനെ, നിനക്ക് ഗേൾ ഫ്രണ്ട്സിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഡിഫറെന്റ് ആപ്പ് ഉണ്ടാക്കണോടാ. ആപ്പ്. ഹാപ്പി ഫാദേഴ്സ് ഡേ ഡാഡ്. ഗിവ് മീ എ ഫ്ലൈയിങ് ഹഗ്. എടാ വിടടാ, ഇന്നെങ്ങനെയാടാ ഫാദേഴ്സ് ഡേ വന്നത്? ഫാദറുള്ള എല്ലാ കുട്ടികൾക്കും ഡെയിലി ഫാദേഴ്സ് ഡേ ആണെന്ന് കെ പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെയാണോ പറഞ്ഞേ? എടുക്കെടുക്ക്, പണം എടുക്ക്. അഭിസാ പ്രണയത്തിൽ വീണ് പറഞ്ഞു കൊടുക്കടി. ഒരു പയ്യൻ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ തുടങ്ങിയെന്ന് വെച്ചോ, നാട്ടിലുള്ള മൊത്തം പൈസയും തികയില്ല. രാമുനി കാര്യം അറിയോ? എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളോടല്ലേ പറയാറുള്ളത്.
ശരി, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ അത്? ഒന്ന് ആ സ്ക്രീനിലേക്ക് നോക്കുമോനെ. അച്ഛാ, എന്താ? ഞാനൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ അത്? 1000 ആണുങ്ങളില് 999 ആണുങ്ങൾ കല്യാണം കഴിച്ചിട്ട് ജീവിതത്തിലെ പാതാളത്തിലേക്ക് വീഴുന്നിരിക്കുന്നു. പക്ഷെ ഒരാൾ മാത്രം കല്യാണം കഴിക്കാതെ അബ്ദുൽ കലാം ആയിരിക്കുന്നു, രത്തൻ ടാറ്റയായി, അടൽ ബിഹാരി വാജ്പേയി, യോഗി ആദിത്യനാഥായി. അവരോടൊപ്പം ഞാനും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. സിദ്ധാർത്ഥൻ വീട്ടിൽ നിന്ന് പുറത്തു പോയതും ഗൗതമ ബുദ്ധയായി മാറി. രേമറെഡ്ഡി വീട്ടിൽ നിന്ന് പോയിട്ട് വേമണ്ണനായി. ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഹിമാലയത്തിലേക്ക് പോവാന്ന് വിചാരിക്കുന്നു. ഗുരുകുലങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നു. ഞാൻ എൻ്റെ ജീവിതം അവിടെയാണ് തുടരാൻ പോകുന്നത്. ബ്രഹ്മചര്യം ഫോളോ ചെയ്യാൻ വേണ്ടി മഠത്തിലേക്ക് പോകുന്നു. അച്ഛാ, എന്നെ അനുഗ്രഹിക്കണം. വിജയലക്ഷ്മി വീട്ടിൽ നിന്ന് വന്നിട്ട് സിൽക്ക് സ്മിതയായി മാറി. കരഞ്ജിത് കൗർ വീട്ടിൽ നിന്ന് വന്നിട്ട് സണ്ണി ലിയോണായിട്ട് മാറി. ഇതുപോലെ ആവശ്യമില്ലാതെ വെറുതെ സംസാരിക്കില്ലെന്ന് പറയണ. ഒരു കാര്യം പറയാം, ബ്രെയിൻ മാത്രമാണ് അവന് സ്വന്തം, ടോട്ടൽ ബോഡി എനിക്കാണ് സ്വന്തം. അവനെ ഞാൻ എന്തുണ്ടല്ലോ ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചുതരാം. ഈ ബ്രഹ്മചര്യം മറ്റേ കുന്തോന്നൊന്നും നമുക്കിപ്പോ വേണ്ടടാ. എന്റെ ഗേൾ ഫ്രണ്ട് 1 hour മദർ തെരേസയാടാ. പ്രേമം എന്ന് പറയുന്ന 2 വാക്ക് ജീവിതം എന്ന് പറയുന്ന പൊക്കിഷത്തെ നശിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് കേക്കടാ, എന്റെ ബ്രോ അല്ലേ, എന്റെ ചക്കര കുട്ടിയല്ലേ, പറയുന്നത് കേക്കടാ. ഞാൻ പറയുന്നത് കേക്കടാ, ബ്രഹ്മചാരിയായി മാറിയാലുണ്ടല്ലോ പല ഉയരങ്ങളിൽ എത്താൻ പറ്റും. എന്റെ ഈശ്വര, ഇവനെ ഞാൻ തന്നെ കൊല്ലേണ്ടി വരും. ഡാഡി നോക്ക് സുഹൃത്തെ, അവൻ ബ്രഹ്മചാരി അവൻ പറയുന്നു. സാരമില്ലടാ, ഈ പ്രാവശ്യം അങ്ങ് വിട്ടേക്ക്. എന്ത് വിട്ടേക്കാനോ? നിനക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? ചെറുപ്പം തൊട്ട് എനിക്ക് ക്രിക്കറ്റ് എന്ന് വെച്ച ജീവന, അതെന്നെ കളിക്കാൻ പോലും സമ്മതിച്ചില്ല. സാർ 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 സാർ, രഞ്ജി പ്രോബബിൾസിൽ എന്റെ പേരില്ലല്ലോ. സോറി അബി, ചിലപ്പോഴൊക്കെ നീ നല്ലോണം കളിക്കും. തോൽക്കുന്ന മാച്ചാണെങ്കിലും അതിൽ നീ നന്നായിട്ട് കളിച്ചിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോഴൊക്കെയോ ജയിക്കേണ്ട മാച്ചൊക്കെ നീ മനഃപൂർവ്വം തോപ്പിക്കുന്നുണ്ടാവും. യു ഹാവ് സം പ്രോബ്ലം. യു ആർ അൺഫിറ്റ് ഫോർ ക്രിക്കറ്റ്. സോറി സാർ. എന്നെ ക്രിക്കറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അവൻ ചെസ് എന്ന് പറഞ്ഞു. എനിക്ക് സിനിമ ആണെന്ന് പറഞ്ഞാൽ അവൻ പഠിക്കണമെന്ന് പറയും. ഞാൻ പ്രേമെന്ന് പറഞ്ഞാൽ അവൻ ബ്രഹ്മചര്യം എന്ന് പറയുന്നു. ഞാൻ അവനെ മർഡർ ചെയ്ത് കളയും. എന്താ ചേട്ടാ ഇവർ രണ്ടുപേരും ഇങ്ങനെ ചെയ്യുന്നത്? ആർക്കാണെങ്കിലും ശത്രുക്കൾ പുറത്തായിരിക്കും. ഇവൻ തന്നെ ശത്രുവാവോന്നാണ് എനിക്ക് പേടി. അവൻ ഒരു വിധത്തിൽ ചിന്തിക്കുന്നു, ഇവൻ വേറെ വിധത്തിൽ ചിന്തിക്കുന്നു. രണ്ടുപേരും ഒരേപോലെ എപ്പോഴാണോ അവ ചിന്തിക്കുക? എന്റെ അച്ഛന്റെ പേടി സത്യമല്ലേ? അവൻ ശരിക്കും എന്റെ ശത്രുവായി. നമ്മൾ കണ്ണടച്ച് ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ കൺമുൻപിൽ ആരാണോ വന്ന് നിൽക്കുന്നത് അവരാണ് നമ്മുടെ ലോകം. എല്ലാവരും കണ്ണുകളൊന്ന് അടച്ചേ. ദൈവമേ, എന്റെ മോളാണ് എന്റെ ദൈവം. അതെ, ചിരഞ്ജീവിയാണ് എന്റെ ലോകം. അവര് മാത്രമാണ് എന്റെ ലോകം. കൺമുമ്പിൽ പെട്ട പാവാണെന്ന് വിട്ടേക്കും, പക്ഷെ എന്റെ പുറകെ വന്ന നിന്നെ കൊന്നുകളയോടാ. യെസ്, ജൂനിയർ NTR ആണ് എന്റെ ലോകം. പ്രഭാസ് മാത്രമാണ് എന്റെ ലോകം. സൂപ്പർ സ്റ്റാർ ആണ് എന്റെ ലോകം. ഛോട്ടാ ഭീമാണ് എന്റെ ലോകം.